പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയുടെ വലിയൊരു പ്രത്യേകതയാണ് പുഞ്ചിരിക്കുന്ന മുഖം. മനുഷ്യരുടെ രൂപഭാവങ്ങളിൽ നമുക്കേറ്റവും ഇഷ്ടമുള്ള ഭാവം കുഞ്ഞുങ്ങളുടെ ഭാവമാണ്. വിവേചനമില്ലാതെ എല്ലാവരെയും നോക്കി ചിരിക്കുവാനും എല്ലാവരോടും സന്തോഷത്തോടു കൂടി ഇടപെടാനും സാധിക്കുന്ന നിഷ്കളങ്കമായ മനസ്സ് അവർക്ക് ഉണ്ട് എന്നതാണ് അവരെ ഇഷ്ടപ്പെടുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സംഗതി. ഉണ്ണീശോയുടെ പ്രത്യേകത എന്തായിരുന്നു? ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഈ നിഷ്കളങ്ക ഭാവം ജീവിതകാലം മുഴുവൻ നിലനിർത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഈ മുൻപിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന നിഷ്കളങ്കത ജീവിതകാലം മുഴുവൻ നിലനിർത്തുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമുക്കുള്ള നിഷ്കളങ്കതയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമീപനങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അല്പമൊക്കെ ലൂസായി പോയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ചെറുപ്പപ്രായത്തിലുണ്ടായിരുന്ന നിഷ്കളങ്കതയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയാണ്. മാതാപിതാക്കന്മാരെ അനുസരിച്ച് ജീവിക്കുമ്പോഴും അധ്യാപകർക്ക് വിധേയരായി ജീവിക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഭാവങ്ങൾ നമ്മുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാകുമ്പോഴുമൊക്കെ ചെറുപ്രായത്തിലുണ്ടായിരുന്ന നിഷ്കളങ്കത നിലനിർത്തുകയാണ് നമ്മൾ ചെയ്യുക. ഈ ക്രിസ്മസ് സീസണിൽ നമുക്ക് നഷ്ടപ്പെട്ട നിഷ്കളങ്കത വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം നമുക്ക് നടത്താം. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. സന്തോഷപ്രദമായ ഒരു പുതുവത്സരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.